ഫോട്ടോസ് എന്ന് പറയാൻ സാധിക്കില്ല. ഫോട്ടോസിന് അനിമേഷൻ നൽകിക്കൊണ്ട് അതിനെ ജീവനുള്ള രീതിയിലാക്കി മാറ്റുന്ന ചില ടൈപ്പ് ഫോട്ടോസ്, അതിന് മ്യൂസിക്കും കൊടുത്ത് പലരും വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ആക്കി മാറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള ഫോട്ടോസാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ഇതിന് സൗണ്ട് ഉണ്ട്, നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കില്ല, കാരണം ഞാനത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ലിവിങ് ഫോട്ടോസ് ഇത് എങ്ങനെ നിർമ്മിക്കുന്നു എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളായി നമുക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇത് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു, ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ആപ്ലിക്കേഷൻ മോഷൻ പിക്ചർ. ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചില പെർമിഷൻസ് ആവശ്യപ്പെടുന്നുണ്ട്, അത് അലോ ചെയ്യുന്നു. പിന്നീട് ഒരു ഫോട്ടോയെ ഇതുപോലെ അനിമേഷൻ നൽകുവാനായി ഇവിടെ ക്രിയേറ്റ് പിക്ചർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഫോട്ടോ സെലക്ട് ചെയ്യാനായി മുകളിൽ വലതുഭാഗത്തായി കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം അനിമേഷൻ നൽകേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ലഭിക്കും. താഴെയായി കാണുന്ന റൗണ്ട് ഐക്കണിൽ, വലതുഭാഗത്തുള്ള റൗണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ സൂം ചെയ്യാനും അതുപോലെയുള്ള മറ്റു ഓപ്ഷൻസും ലഭിക്കും. ഇവിടെ സൂം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതിന് ഡയറക്റ്റായി അനിമേഷൻ നൽകുവാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യമേ കാണുന്ന മോഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. പിന്നീട് നമുക്ക് ഏത് ഭാഗത്തേക്കാണോ മോഷൻ നൽകേണ്ടത്, അതായത് എങ്ങനെയാണോ അനിമേഷൻ നൽകേണ്ടത് ആ രീതിയിൽ ആരോസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഈ ഒരു കട്ടൻ ചായ വീഴുന്നത് പോലെയാണ് അനിമേഷൻ നൽകുന്നത്. അതിനായി ഇങ്ങനെ താഴേക്ക് ആരോ ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോയ്ക്ക് അനുസരിച്ചായിരിക്കണം ഈ ആരോസ് ഇടുന്നത്. ആരോസ് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതുപോലെ പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയും അനിമേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് ഡിലീറ്റ് ചെയ്യുവാനായി ഈ മഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് എന്ന ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം ആരോസിനെ ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ കട്ടൻ ചായക്ക് അനിമേഷൻ നൽകിയിട്ടുണ്ട്. ഇനി മറ്റുള്ള ഭാഗത്ത് അനിമേഷൻസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ആ ഭാഗമൊക്കെയും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് അനിമേഷൻ നൽകിയ ഭാഗം ഒഴിച്ച് ഇതുപോലെ ബാക്കി എല്ലാ ഭാഗവും കൃത്യമായി സെലക്ട് ചെയ്യുക. ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ അനിമേഷൻസ് നൽകേണ്ടാത്ത ഭാഗം സെലക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അനിമേഷൻ നൽകിയ ഭാഗത്തേക്കും അത് കയറി വന്നിട്ടുണ്ടാകാം. സോ അത് മായ്ച്ചു കളയുവാനായി നിങ്ങൾക്ക് ഈ ഒരു ഇറേസർ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു ഇറേസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അനിമേഷൻസ് നൽകിയ ഭാഗത്തേക്ക് കയറി വന്നിട്ടുള്ള സെലക്ഷൻ റിമൂവ് ചെയ്ത് കളയുകയാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥം. അതായത് ജീവനുള്ള ഫോട്ടോ റെഡി. ഇനി ഇതിൽ നിന്നും എത്രത്തോളം കൃത്യതയോടെയാണ് ഔട്ട് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായി ഏറ്റവും മുകളിൽ നടുവിലായി കാണുന്ന ഈ ഒരു പ്ലേ ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുകയാണ്. ഓ, അടിപൊളിയാണ്. നല്ല വളരെ മനോഹാരിതയോടെ തന്നെയാണ് ഇതിൽ നിന്നും ഔട്ട് ലഭിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ആ ഒരു കട്ടൻ ചായ ഗ്ലാസ്സിലേക്ക് വീഴുന്നത് പോലെ നല്ല രീതിയിൽ വളരെ മികച്ച ഒരു പെർഫെക്ഷനോടെയാണ് ഔട്ട് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ മുകളിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അനിമേഷന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യുന്നതിനായി ഏറ്റവും മുകളിൽ മൂന്നാമതായി കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇത് GIF ആയിട്ടാണോ അല്ല വീഡിയോ രൂപത്തിലാണോ സേവ് ചെയ്യേണ്ടത് എന്ന് ആപ്പ് ചോദിക്കും. അത് തിരഞ്ഞെടുത്ത് റെസൊല്യൂഷനും അഡ്ജസ്റ്റ് ചെയ്ത ശേഷം സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ മാക്സിമം റെസൊല്യൂഷനിലിട്ട് സേവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പോപ്പപ്പ് വരും, പ്ലേ വീഡിയോ എന്ന് പറഞ്ഞ്. അതായത് നാം സേവ് ചെയ്യുന്ന വർക്കിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷന്റെ വാട്ടർമാർക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് എന്നത് കൊടുത്തുകൊണ്ട് ഒരു പരസ്യം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആകെ 10 സെക്കൻഡോ അല്ലെങ്കിൽ 12 സെക്കൻഡോ മാത്രമേ പരസ്യം ഉണ്ടാവുകയുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ വാട്ടർമാർക്ക് നാം സേവ് ചെയ്ത് വയ്ക്കുന്ന വർക്കിൽ ഉണ്ടാവുകയില്ല. ഞാനിവിടെ നോ എന്നത് കൊടുത്തുകൊണ്ട് വാട്ടർമാർക്കോട് കൂടി തന്നെയാണ് ഗ്യാലറിയിലേക്ക് ഈ ഒരു വീഡിയോ സേവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഏതെങ്കിലും ഫോട്ടോയ്ക്ക് അനിമേഷൻ നൽകി അതിന് ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത്